മിഴികളുമായി ഒഴിയാതനുദിനവും ആരെയും സ്നേഹിക്കും ഹൃദയവുമായി തുടരേതു പരവും. ഞാൻ ഉയർത്തുന്നത് അറിയണമേ, അടിയൻ്റെ ഈ വിളി കേൾക്കണമേ. നാദാണഞ്ഞിടണേ കാൽവരി കുന്നിലെ സ്നേഹമുകിലേ. ഓരുമോ താഴെയൻ മനസ്സിൽ ഞാനേകനായി ചെരുവിൽ നിന്നെ ധ്യാനിച്ചു നിൽക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. മിശിഹായിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ വായനകളെല്ലാം തന്നെ കരുണ നിറഞ്ഞ നല്ല ഇടയൻ്റെ ചിത്രമാണ് നമുക്ക് ലഭിക്കുക. നല്ല ഇടയനായ യേശുനാഥൻ കരുണയുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ്. തൻ്റെ ആടുകളെ സംരക്ഷിക്കുന്ന നല്ല ഇടയനാണ്. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ ജെറമിയാസ് പ്രവാചകൻ ഇടയന്മാരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാത്തവരെ പറ്റി വിമർശിക്കുകയും ദാവീദിൻ്റെ വംശത്തിൽ ഒരു നല്ല ഇടയനെ ദൈവം അയക്കുകയും അവരെ പ്രവാസകാലങ്ങളിൽ നിന്ന് തിരികെ കൊണ്ടുവരും എന്നുള്ള പ്രത്യാശയുടെ വചനങ്ങളാണ് ആദ്യത്തെ വായനയിൽ നമ്മൾ കേൾക്കുക. രണ്ടാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ യേശുനാഥനിൽ നാം എല്ലാവരും ഐക്യപ്പെട്ടിരിക്കുന്നു. യഹൂദർ മാത്രമല്ല, വിജാതീയരും നമ്മുടെ സഹോദരീ സഹോദരങ്ങളാണ് എന്നും, കാരണം ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ചോര ചിന്തി നമ്മെ എല്ലാവരെയും രക്ഷിച്ചു എന്നും, ഐക്യത്തിലും സ്നേഹത്തിലും നമ്മൾ വളരേണ്ടതാണ് എന്നും ഇന്നത്തെ വായന നമ്മെ ഓർപ്പിക്കുകയാണ്. സുവിശേഷത്തിൽ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ ഗ്രാമങ്ങളിലേക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ അയച്ചതിന് ശേഷം അവർ തിരികെ വന്ന് യേശുവിനോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ യേശു അവരോട് നമുക്ക് ഒരു വിജനമായ സ്ഥലത്തേക്ക് പോകാം, അല്പം വിശ്രമിക്കാം. എന്നാൽ ജനക്കൂട്ടങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ കൂടെ യേശുവിനെ കാണുവാനും യേശുവിനെ ശ്രവിക്കുവാനും ജനങ്ങൾ തിങ്ങിക്കൂടുന്നു. അവരെ കണ്ടപ്പോൾ യേശുനാഥന് അനുകമ്പ തോന്നി. ഇടനില്ലാത്ത ആടുകളെ പോലെയാണ് ഇവർ എന്ന് പരാമർശിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയ ഉത്തരവാദിത്തങ്ങൾ നല്ല ഇടയനെ പോലെ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും നമ്മുടെ ജീവിത പ്രവർത്തന മണ്ഡലങ്ങളിലും നല്ല ഇടയന്മാരായി ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കടമകൾ നിർവഹിക്കാതെ ജീവിച്ച സാഹചര്യങ്ങളെ ഓർത്ത് മനസ്തപിച്ച് ദൈവത്തിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് ഭക്തിയോടെ സജീവമായി പങ്കെടുക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി.
എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വികശക്തനാം ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാഭൂതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാഭൂതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താരേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ദാസരോട് കരുണയായിരിക്കുകയും അങ്ങേ കൃപയുടെ ദാനങ്ങൾ
കാരുണ്യപൂർവം അവരുടെ മേൽ വർദ്ധമാനമാക്കുകയും ചെയ്യണമേ. അങ്ങനെ പ്രത്യാശ, വിശ്വാസം, സ്നേഹം എന്നിവയാൽ തീഷ്ണതയുള്ളവരായി അങ്ങേ കൽപ്പനകളിൽ അവർ സദാ ജാഗരൂകരായി ഇവ കാത്തുപാലിക്കുമാറാകട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ആണ്ടുവട്ടത്തിലെ 16-ാം ഞായർ. ഒന്നാം വായന ജെറമിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. 23-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ. എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം. കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാരെക്കുറിച്ച് അരുളി ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ ആട്ടിൻപറ്റത്തെ ചിതറിച്ചോടിച്ചു, നിങ്ങളവയെ പരിപാലിച്ചില്ല. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഞാൻ പകരം വീട്ടും. അവയെ ആട്ടിപ്പായിച്ച എല്ലാ ദേശങ്ങളിൽ നിന്നും എൻ്റെ ആട്ടിൻപറ്റത്തിൽ അവശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും. ആലയിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും. അവ വർദ്ധിച്ച് പെരുകുകയും ചെയ്യും. അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും. ഇനിമേൽ അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല. ഒന്നും കാണാതെ പോവുകയുമില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. ഇതാ ഞാൻ ദാവീദിൻ്റെ വംശത്തിൽ നിങ്ങളുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും. നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും. അവൻ്റെ നാളുകളിൽ യൂദ രക്ഷിക്കപ്പെടും. ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും. കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എല്ലാവരും കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല.
വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് അധ്യായം 2:13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ നമ്മുടെ സമാധാനമാണ്. സഹോദരരെ, ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോകുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. മിശിഹായിൽ പ്രിയ സഹോദരരെ, അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു.
തൻ്റെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ഫാദർ കരോൾ വയോത്തിയോവെ പ്രൊഫസർ അങ്കിൾ എന്ന് വിളിച്ചു. അങ്ങനെ തൻ്റെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു കത്ത് ലഭിച്ചു. ആ കത്തിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു: ഉടനെ തന്നെ വാർസോയിലേക്ക് പോയി കർദിനാൾ വിഷിൻസ്കിയെ സന്ദർശിക്കുക. ഉടനെ തന്നെ വാർസോയിലേക്ക് പോകുവാൻ ഒരുങ്ങി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. വാർസോയിലേക്ക് ഉണ്ടായിരുന്ന ട്രെയിനുകളൊക്കെ പോയിരുന്നു. അതുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു പാൽ വണ്ടി വരുന്നത് കണ്ടു. കൈ കാണിച്ച് നിർത്തി. പാൽപാത്രങ്ങളുടെ ഇടയിൽ കുനിഞ്ഞിരുന്ന് അദ്ദേഹം യാത്ര ചെയ്തു. വാർസോയിലെത്തിയപ്പോൾ വൈകുന്നേരമായിരുന്നു. ഉടനെ തന്നെ കർദിനാളിനെ കാണാൻ ചെന്നു. കർദിനാൾ അവനെ ആചാരപൂർവം സ്വീകരിച്ച് വിളിച്ച് ഇരുത്തി അവനോട് ഇപ്രകാരം പറഞ്ഞു: സോമ്പി രൂപതയിലെ ഇടയനായി മെത്രാനായി പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ നിന്നെ നിയോഗിച്ചിരിക്കുന്നു. അങ്ങനെ 1958 സെപ്റ്റംബർ 28 അദ്ദേഹം മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന് 38 വയസ്സ് പ്രായമായിരുന്നു. അപ്പോൾ 58-ാം വയസ്സിൽ അദ്ദേഹം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. തൻ്റെ രൂപതയിൽ താൻ നല്ല ഇടയനായി പ്രവർത്തിച്ചു. തൻ്റെ ഇടവക ജനങ്ങളെ, തൻ്റെ രൂപത ജനങ്ങളെ അദ്ദേഹം സംരക്ഷിച്ചു, നല്ല ഇടയനെ പോലെ. നല്ല ഇടയനില്ലാതെ ചുറ്റിച്ചിരുന്ന് നടക്കുന്ന ആട്ടിൻപറ്റത്തെ പറ്റിയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പരാമർശിക്കുന്നത്. അവരോട് അവന് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റത്തെ പോലെ അലഞ്ഞു തിരിഞ്ഞിരുന്നു എന്നും മത്തായിയുടെ സുവിശേഷത്തിൽ അവർ പരിഭ്രാന്തരായി നിശ്ചയാവസ്ഥരായി ജീവിച്ചു എന്നും പറയുന്നുണ്ട്. യേശുനാഥൻ്റെ സമീപത്ത് അപ്പസ്തോലന്മാർ തങ്ങളുടെ പ്രഥമ മിഷൻ പ്രവർത്തനവും പ്രസംഗവും ഒക്കെ കഴിഞ്ഞ് തിരികെ വന്ന് യേശുവിനോട് അവർ എന്താണ് പഠിപ്പിച്ചതെന്നും എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തതെന്നും എങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിച്ചത് എന്നൊക്കെ വിവരിക്കുമ്പോഴാണ് യേശു അവരോട് പറയുന്നത്: നിങ്ങൾ ക്ഷീണിതരാണ്, ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, നമുക്ക് അല്പം വിശ്രമിക്കാം. ഇവിടെയും തൻ്റെ സഹപ്രവർത്തകരോട്, അപ്പസ്തോലന്മാരോട് അനുകമ്പ കാണിക്കുന്ന നല്ല ഇടയനായ ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുക. അവർ വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നല്ല ഇടയനായ ക്രിസ്തുവിനെ കാണുവാനും താൻ വാഗ്ദാനം ചെയ്യുന്ന സദ്വാർത്ത കേൾക്കുവാനും
താൻ കൊണ്ടുവന്ന യഥാർത്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും ജനങ്ങൾ അവനെ കാത്തു നിന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് 5000 പുരുഷന്മാർ സ്ത്രീകളും കുട്ടികളും കൂടാതെ അവിടെ തിങ്ങിക്കൂടി എന്നും അവരെ കണ്ടപ്പോൾ യേശുവിന് അനുകമ്പ തോന്നി എന്നും നമ്മൾ വായിച്ചു കേട്ടു. യേശുനാഥൻ അവരെ പഠിപ്പിച്ചു എന്നാണ് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിച്ചത്. എല്ലാ കാര്യങ്ങളെയും അവൻ അവരെ പഠിപ്പിച്ചു. 2 കാര്യങ്ങളാണ് നല്ലയിടയനായ യേശുനാഥൻ ചെയ്യുന്നത്. ഒന്ന്, അവരെ പഠിപ്പിച്ചു. സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ എന്താണെന്ന് അവരെ അറിയിച്ചു, അവരെ ബോധവാന്മാരാക്കി. യേശുനാഥൻ്റെ വാക്കുകൾ ശ്രവിച്ച അവർക്ക് ആത്മസംതൃപ്തി ഉണ്ടായി. യേശുനാഥൻ അവരോട് എന്താണ് പറഞ്ഞത് എന്ന് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ മുഴുവനും അടങ്ങിയിരിക്കുന്ന സദ്വാർത്ത, സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ എപ്രകാരമാണ് പ്രത്യാശയോടെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് എന്നും ഒരു സമൂഹമായി കൂട്ടായ്മയിൽ ഇന്നത്തെ 2ാമത്തെ വചനത്തിൽ കൂടെ നമ്മൾ വായിച്ചു കേട്ടതുപോലെ ഒരു സമൂഹമായി ഐക്യത്തിൽ ജീവിക്കേണ്ടവരാണെന്നും ദൈവം അവരോട് കരുണ കാണിക്കുന്നുവെന്നും അവരെ സംരക്ഷിക്കുന്നു എന്നും അവരെ പഠിപ്പിച്ചു. എന്താണ് ഒരു സമൂഹം എന്ന് നമുക്കറിയാം. ഒരു ജനക്കൂട്ടവും ഒരു സമൂഹവും തമ്മിൽ എന്താണ് വ്യത്യാസം? ജനക്കൂട്ടം അതിന് പല ലക്ഷ്യസ്ഥാനങ്ങളുണ്ട്. ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നവർ അതിനൊരു ഉദാഹരണമാണ്. പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവരാണ് അവിടെ നിൽക്കുന്നത്. നേരെ മറിച്ച് ഒരു സമൂഹത്തിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ എല്ലാവരും യാത്ര ചെയ്യുക. ഇതാണ് യേശുനാഥൻ തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ രാജ്യത്തെപ്പറ്റി അവരെ പഠിപ്പിക്കുന്നത്. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും മാർഗത്തിൽ കൂടെ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരണമെന്നാണ് യേശുനാഥൻ അവരെ പഠിപ്പിച്ചത്. രണ്ടാമതായി യേശുനാഥൻ അവരോട് പുൽത്തകിടികളിൽ ഇരിക്കാൻ പറഞ്ഞു. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ദാവീദ് രാജാവിൻ്റെ ഗാനം, കർത്താവിൻ്റെ ഇടയിലാണ് എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല, നല്ല പുൽത്തകിടിയിലേക്ക് അവൻ എന്നെ നയിക്കും എന്നുള്ള പ്രത്യാശയുടെ വചനങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇത് ഏറ്റുചൊല്ലുകയും ചെയ്തു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുനാഥൻ നമുക്ക് ശാരീരികമായിട്ടുള്ള ഭക്ഷണം അപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയെന്ന് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, തങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടുന്ന ആഹാരവും തൻ്റെ തിരുശരീരവും തിരുരക്തവും വഴി യേശു നമുക്ക് നൽകുന്നു.
നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ അന്വേഷിക്കുകയും യേശുവിനെ കണ്ടെത്തുകയും യേശുവിനെ അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുക, നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുക, നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കുക, മറ്റുള്ളവർക്ക് നമ്മൾ നല്ല ഇടയന്മാരായി ജീവിക്കുവാൻ സാധിക്കുക. ചിലപ്പോഴൊക്കെ നമ്മൾ തെറ്റായ രീതിയിൽ ചിന്തിക്കും, മെത്രാന്മാരും വൈദികരും ഒക്കെയാണ് ഇടയന്മാരെന്ന്. അങ്ങനെയല്ല, നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് ഇടയന്മാരായി ജീവിക്കേണ്ടവരാണ്. നല്ല ഇടയനെ അനുഗമിച്ചുകൊണ്ട് മറ്റുള്ളവരോട് അനുകമ്പ കാണിച്ച് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് സാഹോദര്യത്തിലും സ്നേഹത്തിലും ശുശ്രൂഷ മനോഭാവത്തിലും ജീവിക്കുവാനുള്ള മാതൃകയാണ് നല്ല ഇടയനായ യേശുനാഥൻ നമുക്ക് നൽകുന്നത്. നല്ല ഇടയനായ യേശുവിനെ അനുകരിച്ചു ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഇന്നത്തെ ദിവ്യബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലതും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന് വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവും ജീവിത പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കുവാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്കും നമ്മുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതുനന്മയ്ക്കായി പ്രയത്നിക്കുന്നവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തോടുള്ള ഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാവനമായ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അല്പനേരം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ഇടയനായ യേശുവിനെ അനുഗമിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഇടയന്മാരായി ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടിയും സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുവാനും ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വിശ്വാസത്തിന് കോട്ടം തട്ടാതെ ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ജീവിതം തൃപ്പാദത്തിൽ കാഴ്ചയായി വച്ചിടാം. അങ്ങു തന്ന ദാനമെല്ലാം അപ്പവും വീഞ്ഞുമിതാ. മനം കനിവാൽ സംശുദ്ധമാക്കുക നീ. തവ രൂപമെന്നിൽ തെളിഞ്ഞാൽ ധന്യമായൻ ജീവിതം. ജീവിതം തൃപ്പാദത്തിൽ കാഴ്ചയായി വച്ചിടാം. അങ്ങു തന്ന ദാനമെല്ലാം അപ്പവും വീഞ്ഞുമിതാ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ദൈവമേ, ഏകബലിയുടെ സമ്പൂർണതയാൽ പഴയ നിയമത്തിലെ വ്യത്യസ്ത ബലികളെല്ലാം അങ്ങ് പൂർത്തീകരിച്ചുവല്ലോ. അങ്ങേക്ക് പ്രതിഷ്ഠരായ ദാസരിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുകയും ആബേലിൻ്റെ കാണിക്കകൾ പോലെ ഇതിനെയും അതേ അനുഗ്രഹത്താൽ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ മഹിമയുടെ സ്തുതിക്കായി അർപ്പിക്കപ്പെടുന്ന ഓരോ ബലിയും എല്ലാവരുടെയും രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതൊരു ന്യായമത്രേ.
കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നിയ അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകുവാൻ തിരുവുളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ മാലാകന്മാരോടും പ്രധാന മാലാകന്മാരോടും ഭദ്രാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു.
ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനെ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തായോടും വൈദ്യഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു.
ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യപൂർവം അങ്ങേ ജനത്തോടുകൂടി ആയിരിക്കണമെന്നും സ്വർഗീയ രഹസ്യങ്ങളാൽ അങ്ങ് പ്രചോദിപ്പിച്ച അവരെ പഴയ ജീവിതശൈലിയിൽ നിന്നും നവജന്മത്തിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. നന്ദി. സഹായമാതാവേ, നക്ഷത്രദീപ്തിയും മാതാവേ, നിൻ വഴിത്താരയിൽ പുഷ്പവർഷം നിനക്കു ഞങ്ങൾ തൻ സ്തോത്രം. നിത്യസഹായമാതാവേ, നക്ഷത്രദീപ്തിയും മാതാവേ, നിൻ വഴിത്താരയിൽ പുഷ്പവർഷം നിനക്കു ഞങ്ങൾ തൻ സ്തോത്രം. അമലോത്ഭവേ, ഞങ്ങൾ അനവരതം കാണണം അകതാരിൽ നിൻ തിരുശരണം. അമലോത്ഭവേ, ഞങ്ങൾ അനവരതം കാണണം അകതാരിൽ നിൻ തിരുശരണം. ആലിപ്പഴങ്ങളും തീക്കനലും പെയ്യുമ്പോൾ അവിടുത്തെ കൃപ മാത്രം ശരണം. അവിടുത്തെ കൃപ മാത്രം ശരണം. നിത്യസഹായമാ